ലോകം ഭീതിയോടെ ഉറ്റുനോക്കിയ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ പോരാട്ടം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിന്റെ കനലുകൾ ഗൾഫ് നാടുകളിലേക്കും പടരുകയാണ്. മാർച്ച് 16 പുലർച്ചെ ദുബായ് വിമാനത്താവളത്തിന് സമീപം നടന്ന ഡ്രോൺ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. സമാധാനത്തിന്റെ പുലരികൾക്ക് പകരം ആകാശത്ത് മിസൈലുകൾ തീപ്പൊരി ചിതറിക്കുമ്പോൾ നാം ഒരു വലിയ യുദ്ധത്തിന്റെ പടിവാതിൽക്കലാണോ നിൽക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാർച്ച് 15 ഇറാൻ ആരംഭിച്ച ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നടപടിയുടെ 54ാം തരംഗത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ നടന്നത്. ഇറാനിയൻ അധികാരികളുടെ അവകാശവാദ പ്രകാരം ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യോമ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഭരണ കേന്ദ്രങ്ങൾ, സൈനിക കമാൻഡ് സംവിധാനങ്ങൾ, പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഈ ആക്രമണ തരംഗത്തിന്റെ പ്രത്യേകത ഇറാൻ ആദ്യമായി യുദ്ധത്തിൽ സെജിൽ എന്ന ദൂരപരിധിയേറിയ സ്ട്രാറ്റജിക് ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനപരമായി വിന്യസിച്ചതാണ്. ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിലെ ഏറ്റവും പുരോഗമനപരമായ ആയുധങ്ങളിലൊന്നായ ഈ മിസൈൽ ഇതിനോടകം തന്നെ ആഗോള സുരക്ഷാ വിദഗ്ധരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സെജിൽ മിസൈൽ ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 2 ഘട്ടങ്ങളുള്ള ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ്. അഷൗര അല്ലെങ്കിൽ അഷുര എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ ചൈനീസ് സാങ്കേതിക സഹായത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇത് ഇറാനിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. 1980കളുടെ അവസാനം മുതൽ സേവനത്തിൽ ഉണ്ടായിരുന്ന ഷഹാബ് ശ്രേണിയിലെ ദ്രാവക ഇന്ധന മിസൈലുകൾക്ക് പകരം വികസിപ്പിച്ചതാണ് സെജിൽ. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ ഇത് വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന സവിശേഷത. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ലോഞ്ച് തയ്യാറെടുപ്പിനായി അധിക സമയം വേണ്ടതില്ലാത്തത് ഇതിനെ യുദ്ധഭൂമിയിൽ കൂടുതൽ പ്രായോഗികമാക്കുന്നു. സാങ്കേതികമായി നോക്കുമ്പോൾ സെജിൽ ഒരു ശക്തമായ മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയുമുള്ള ഈ മിസൈലിന്റെ മൊത്ത ഭാരം 23,600 കിലോഗ്രാമിനടുത്താണ്. ഏകദേശം 700 കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും. സാധാരണ സ്ഫോടക വസ്തുക്കൾ മാത്രമല്ല, ആവശ്യമായാൽ ആണവ വാർഹെഡുകളും വഹിക്കാൻ ശേഷിയുള്ളതായി പ്രതിരോധ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതിനാൽ ഇറാനിൽ നിന്നും വിക്ഷേപിക്കുമ്പോൾ ഇസ്രായേൽ മുഴുവൻ പ്രദേശവും ഗൾഫ് മേഖലയിലെ പല പ്രധാന കേന്ദ്രങ്ങളും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇറാനിയൻ റിപ്പോർട്ടുകൾ പ്രകാരം മധ്യ ഇറാനിൽ നിന്നും വിക്ഷേപിച്ചാൽ 7 മിനിറ്റിനുള്ളിൽ ടെൽ അവീവിൽ എത്താൻ പോലും ഇതിന് കഴിയും. സെജിലിന്റെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ പറക്കൽ രീതിയാണ്. പറക്കലിന്റെ വിവിധ ഘട്ടങ്ങളിൽ മിസൈലിന്റെ ദിശ നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഈ കഴിവ് കാരണം പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഇതിനെ നേരിടുന്നതിൽ വെല്ലുവിളി നേരിടുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ അപ്രതീക്ഷിത ചലനശേഷി കാരണം തന്നെയാണ് സെജിലിന് ഡാൻസിംഗ് മിസൈൽ എന്ന വിളിപ്പേര് ലഭിച്ചത്. കൂടാതെ സെജിൽ 2 പതിപ്പിൽ ഉപയോഗിക്കുന്ന ആന്റി റഡാർ കോട്ടിംഗ് സാധാരണ റഡാർ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ സെജിൽ പോലുള്ള ദൂരപരിധിയേറിയ മിസൈലുകളുടെ വിന്യാസം മധ്യപൂർവേഷ്യയിലെ യുദ്ധഭീഷണി പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. സാങ്കേതികമായി പുരോഗമിച്ചും പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും കഴിവുള്ള ഈ മിസൈലുകൾ യുദ്ധത്തിന്റെ തുല്യത തന്നെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സെജിൽ ഇനി ഒരു ആയുധം മാത്രമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ ഭാവി സൈനിക സമവാക്യങ്ങളെ നിർണ്ണയിക്കാവുന്ന ഒരു തന്ത്രപ്രധാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.